إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിയതുപോലെ നാം നിലകൊള്ളുന്ന റബീഉൽ അവ്വൽ മാസം ലോകവ്യാപകമായി മുസ്ലിമീങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കാത്ത, അവിടുത്തെ കരങ്ങളിലൂടെ തിരുനാവിലൂടെ നമുക്ക് പൂർത്തീകരിക്കപ്പെട്ട, ഇനിയൊരു നന്മയും കൂട്ടിച്ചേർക്കാൻ പഴുതില്ലാത്ത വിധം അല്ലാഹു സമ്പൂർണമാക്കിയ ദീൻ, ആ ദീനിലില്ലാത്ത ഒരാഘോഷം, ഒരാചാരം, അത് വ്യാപകാർത്ഥത്തിൽ വിശിഷ്യ നമ്മുടെ നാട്ടിലും ഈ മാസം കൊണ്ടാടപ്പെടുന്നു, മൗലിദാഘോഷം എന്ന പേരിൽ. സഹോദരങ്ങളെ, ഓരോ വർഷവും അതിൻ്റെ വക്താക്കൾ മുൻപില്ലാത്ത വിധം നവീനമായി, നൂതനമായി പല അനാചാരങ്ങളും വൈകൃതങ്ങൾ പോലും ഈ ആഘോഷത്തിന്റെ പേരിൽ ഒരു മാസക്കാലമുടനീളം കൊണ്ടാടുകയാണ്, ആചരിക്കുകയാണ്. ഇതൊരു വെളിപ്പാടകലെ നമ്മൾ കേൾക്കുന്ന ബാങ്കുലി മുഴങ്ങുന്ന ഒരു മസ്ജിദിൽ അവിടുത്തെ ഒരു ഖതീബ് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി. ഞാൻ അതിനടുത്താണ് താമസം. അയാൾ പറയുന്നു, മുസ്ലിമീങ്ങൾക്ക് രണ്ടു പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണിത്. അയാളുടെ നാവ് കൊണ്ട് പറയുകയാണ്. കാരണം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ 1-2 ദിവസങ്ങൾ കൊണ്ട് തീരും. എന്നാൽ റബീഉൽ അവ്വലിലെ മീലാദാഘോഷം എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലമുടനീളം വ്യത്യസ്ത പ്രോഗ്രാമുകളോടുകൂടി നമ്മൾ ആചരിക്കുകയാണ്, കൊണ്ടാടുകയാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം പെരുന്നാളിനേക്കാൾ മുസ്ലിമീങ്ങൾക്ക് സന്തോഷമുള്ള കാലയളവാണ് പോലും. സഹോദരങ്ങളെ, ഇങ്ങനെ പഠിപ്പിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അവിടുത്തെ മദ്ഹ്, മുസ്ലിമീങ്ങൾ ഭക്ഷണം കൊടുക്കുക, മധുരം വിതരണം ചെയ്യുക, സന്തോഷം പ്രകടിപ്പിക്കുക, അവർ മസ്ജിദിൽ ഒത്തുചേരുക, അവർ സംഘടിക്കുക, അവരുടെ ഐക്യവും ഒരുമയും മറ്റു സമുദായങ്ങൾക്ക് പ്രകടിപ്പിക്കുക, ഇങ്ങനെ പല വൈകാരികമായ തലങ്ങളും ഉൾക്കൊള്ളുന്ന, സന്നിവേശിപ്പിച്ച ഒരു കൊടും ദുരാചാരമാണിത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ച ഈ ഘടകങ്ങൾ, ഈ വൈകാരികമായ തലങ്ങൾ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും മഹബത്തും പറഞ്ഞുകൊണ്ട് ആളുകളെ
ഈ ദുരാചാരത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നവർ അവരുടെ ഈ പ്രചാരങ്ങളിൽ സാധാരണക്കാരായ പല ആളുകൾ പെട്ടുപോകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ മറ്റു ബിദ്അത്തുകൾക്കില്ലാത്ത വിധം മൃദുലമായ അയഞ്ഞ സമീപനം മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാർ ഈ ബിദ്അത്തിൽ വീണുപോകാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബിദ്അത്ത്, ഈ അനാചാരം, അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും അതിനോട് മൃദുല സമീപനം പുലർത്തുന്നവരും ഇത് കൊണ്ടാടുന്നവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടുന്ന ചില അടിസ്ഥാനങ്ങൾ ഇന്നത്തെ ഖുതുബയിലൂടെ പരസ്പരം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നാമതായി പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിന്റെ തുടക്കത്തിൽ നമ്മോട് പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈമാനുള്ളവരെ, ഇസ്ലാമിന്റെ വക്താക്കളെ, നിങ്ങൾക്കുമേൽ നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിനെ പിൻപറ്റുവിൻ. എന്താണ് നാം പിൻപറ്റേണ്ടത്? എന്താണ് നാം ആചരിക്കേണ്ടത്? എന്താണ് നാം കൊണ്ടാടേണ്ടത്? അള്ളാഹു കൃത്യമായി സൂറത്തുൽ അറാഫിലെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതീർണമായതെന്തോ അതേ നിങ്ങൾക്ക് പിൻപറ്റാൻ അവകാശമുള്ളൂ. മുഫസ്സിരിങ്ങൾ ഈ ഭാഗത്തെ വിശദീകരിക്കവ പറഞ്ഞു, നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് അവതീർണമായത് പിൻപറ്റണമെന്ന് പറഞ്ഞാൽ മിനൽ കിതാബി വസ്സുന്ന ബിംതിസാലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി. അല്ലാഹുവിന്റെ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ, സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്ന് അവതീർണമായതെന്തോ, അതിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടതെന്തോ അത് നമ്മൾ പ്രവർത്തിക്കുക. ബിംതിസാലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി, അതിൽ നമ്മോട് വിലക്കപ്പെട്ടതെന്തോ അത് നമ്മൾ ഒഴിവാക്കുക. ഇതാണ് നാം പിൻപറ്റാൻ ബാധ്യതയായിട്ടുള്ളത്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിച്ചവർ, അവരെ നിങ്ങൾ പിൻപറ്റരുത്. എന്താണ് അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിച്ചവരെ പിൻപറ്റരുത് എന്ന് പറഞ്ഞാൽ? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, കശയാതീനി വൽ അഹ്ബാരി വറുഹ്ബാനി സൂ. പിശാചുക്കളെ, ആ പിശാചുക്കൾ സാക്ഷാൽ ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ടാകും, മനുഷ്യരുടെ കൂട്ടത്തിലും ഉണ്ടാകും. മനുഷ്യരുടെ കൂട്ടത്തിലെ പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെ തിന്മയിലേക്ക്, അനാചാരങ്ങളിലേക്ക്, വഴികേടിലേക്ക് നയിക്കുന്ന പുരോഹിതവർഗം, പണ്ഡിത വേഷധാരികൾ. മുഫസ്സിറുകൾ പറയുന്നു, അങ്ങനെ അല്ലാഹുവിന് പുറമെ ഖുർആനും സുന്നത്തും വിട്ട് നിങ്ങൾ പണ്ഡിതരെന്നോ പുരോഹിതരെന്നോ വിശേഷിപ്പിക്കപ്പെടുന്നവരുടെ ദുർബോധനങ്ങളെ പിൻപറ്റരുത്, സാക്ഷാൽ പിശാചുക്കളുടെ ദുർന്യായങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, സത്യം ഇതാണെങ്കിൽ എത്ര ലളിതമാണ് ഇസ്ലാമിന്റെ സത്യം, ഖുർആനും സുന്നത്തും. അതിനാദ്യം കേട്ട സഹാബത്ത്, മുൻഗാമികൾ, സലഫു സ്വാലിഹികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി പിൻപറ്റുക. അതല്ലാത്തത് ആര് പറഞ്ഞാലും നിങ്ങൾ ഒഴിവാക്കുക. അതെല്ലാം പൈശാചികമായ നടപടിയും മാർഗവുമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ ലളിതമായ സത്യം ഇതാണെങ്കിലും ഖലീലൻ മാ തദക്കറൂൻ, വളരെ കുറച്ചുപേര് മാത്രമേ, തുലോം തുച്ഛം ആളുകൾ മാത്രമേ ഇതാലോചിച്ചു മനസ്സിലാക്കി ഈ പാഠം ഉൾക്കൊള്ളുകയുള്ളൂ. എത്ര യാഥാർത്ഥ്യമാണ്! ഈ പാഠം ഉൾക്കൊള്ളുന്നവർ വളരെ കുറച്ചാണ്. അവർ ബഹുഭൂരിപക്ഷമാകുകയില്ല, അവർ ഒരുപാടുണ്ടാകുകയില്ല. ആ കുറച്ച് സത്യം പിൻപറ്റുന്ന, ഉപദേശം സ്വീകരിക്കുന്ന, സത്യത്തിലേക്ക് തെളിവുകൾ സഹിതം അടങ്ങുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അൽ-ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 734 മരണപ്പെട്ട ഫഖീഹാണ്, മാലിക്കി പണ്ഡിതനാണ്. ഹിജ്റ 734. അദ്ദേഹം വഹാബിയല്ല. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം ജനിക്കുന്നതിനും ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട വ്യക്തിയാണ് അൽ-ഇമാമുൽ ഫാക്കിഹാനി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ മൗലിദ് എന്ന റിസാലയിൽ പറയുന്നു, لا أعلم لهذا المولد أصلا في كتاب ولا سنة ولا ينقل عمله عن أحد من علماء الأمة. അതേ ഖുർആനിലോ സുന്നത്തിലോ യാതൊരു അടിത്തറയും ഈ മൗലിദാഘോഷത്തിന്, നബിദിനാഘോഷത്തിന് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയുകയില്ല. ഇത് പ്രവർത്തിച്ചതായി സ്വീകാര്യയോഗ്യരായ, സുന്നത്തിനെ പിൻപറ്റുന്ന ഈ ഉമ്മത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠരിൽ, അയിമ്മത്തുകളിൽ ഒരാളെയും എനിക്കറിയുകയില്ല. അവരിൽ നിന്ന് അങ്ങനെയൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, മറിച്ച് ഇതാരാണ് കൊണ്ടുവന്നത്, ആരാണിത് സ്ഥാപിച്ചത്? ബൽ ഹുവ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ്.
ഇതനാചാരമാണ്, ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട ദുരാചാരമാണ്. അഹ്ദസഹൽ ബത്താലൂൻ വശഹ്വതു നഫ്സിൻ യഅ്തനാ ബിഹി അൽഅക്കാലൂൻ. ഇതിനെ സ്ഥാപിച്ചത്, ഇതിനെ പുതുതായി കൊണ്ടുവന്നത് വിവരദോഷികളും തോന്നിവാസികളുമായിട്ടുള്ളവരാണ്. സ്വന്തം ദേഹേച്ഛകളുടെ താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി അഭീഷ്ടത്തിനനുസരിച്ച് ഇത് നടപ്പിലാക്കിയത്, ഏറ്റെടുത്തത് തീറ്റക്കൊതിയന്മാരാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹിജറ 735 വഫാത്തായ മാലിക്കി പണ്ഡിതനായ അൽ ഫഖീഹ് അൽ ഫാത്തിഹാനി റഹിമഹുല്ലാ. അതുകൊണ്ട് ഒന്നാമതായി മനസ്സിലാക്കണം, അള്ളാഹു പിൻപറ്റാൻ പറഞ്ഞ കിതാബിന്റെയോ സുന്നത്തിന്റെയോ വഹീന്റെയോ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ബിദ്അത്താണ്, നമുക്കിത് പിൻപറ്റാൻ യോഗ്യമല്ല. എന്തുകൊണ്ട് നമ്മൾ മൗലിദ് ആഘോഷിക്കുന്നില്ല? എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ശ്വസിക്കുന്ന, നമ്മുടെ സിരയിലോടുന്ന, നമ്മുടെ ജീവനാഡിയേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ നെഞ്ചോട് ചേർത്ത് പറയുന്നുവെങ്കിലും ആ സ്നേഹത്തിന്റെ ഭാഗമായി ഈ നബിദിനം നമ്മൾ ആഘോഷിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലില്ല. അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തിൽ ഇതിനൊരു സൂചന കൊണ്ടുപോലും പ്രോത്സാഹനമില്ല. അഇമ്മത്തുകൾക്ക് ഇത് പരിചയമില്ല. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുക, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കും ഈ ആഘോഷത്തെ പരിചയമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനാദ്യം കേട്ട സ്വഹാബത്തിനോ, സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾക്കോ, അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾക്കോ ഇത് പരിചയമില്ല. എന്തുകൊണ്ട് ഇവരെ നമ്മൾ ആദ്യം പറയുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത്, അവരുടെ തലമുറ. ആ സ്വഹാബത്ത് അവരാണ് മാനവരാശിയിൽ ഏറ്റവും ഉത്തമർ, ഏറ്റവും നന്നായി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർ, അവിടുത്തെ പിൻപറ്റിയവർ, ആ സ്നേഹം ഏറ്റവും മനോഹരമായി പ്രകടിപ്പിച്ചവർ ആ റസൂലിന്റെ സ്വഹാബത്താണ്. ശേഷം സുമ്മല്ലദീന യലൂനഹും, അവരുടെ പാഠശാലയിൽ നിന്ന് ദീൻ പഠിച്ച, അവരെ അനുഗമിച്ച അവരുടെ ശിഷ്യന്മാരായ താബിഈകൾ, പിന്നെ അവരാണ് സുമ്മല്ലദീന യലൂനഹും. പിന്നീട് ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ, ഇവരാണ് മാനവരാശിയിൽ ഏറ്റവും ഉത്തമർ. ഈ ദീനൻ മനോഹരമായി മനസ്സിലാക്കിയവർ, കൃത്യമായി നെഞ്ചേറ്റിയവർ, വ്യക്തമായി നടപ്പിലാക്കിയവർ, നമുക്ക് കറയില്ലാതെ കലർപ്പില്ലാതെ പകർന്നു തന്നവർ. അവർക്കിത് പരിചയമുണ്ടോ? മഹാനായ ഖാദി യമനിലെ ഖാദിയായിരുന്ന അൽ-ഇമാമു ശൗകാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അജ്മഅൽ മുസ്ലിമൂന അന്നഹു ലം യൂജദ് ഫീ അസ്രി ഖൈറിൽ ഖുറൂൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഉത്തമരെന്ന് വിശേഷിപ്പിച്ച ഉത്തമ തലമുറകളിൽ, സഹാബത്തിൽ, താബിഈങ്ങളിൽ, താബിഈങ്ങളിൽ ഇങ്ങനെയൊരു നബിദിനാഘോഷം, ഈ മൗലിദാഘോഷം അത് കാണാൻ സാധിക്കുകയില്ല. അത് ദൃശ്യമല്ല, അത് പ്രകടമല്ല, അതിന്റെ ഒരു ലാഞ്ചന പോലുമില്ല എന്നത് മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സ്വഹാബത്തിന് ഇത് പരിചയമില്ല, താബിഈങ്ങൾക്ക് ഇത് പരിചയമില്ല, താബിഈങ്ങൾക്ക് ഇത് പരിചയമില്ല. പണ്ഡിതന്മാർ പറയുന്നു, فهنيئا لمن تبع أهل هذه القرون فهنيئا لمن تبع أهل هذه القرون فترك الاحتفال كما تركوه. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിലൂടെ ഉത്തമരെന്ന് വിശേഷിപ്പിച്ച ഈ മൂന്ന് തലമുറകളെ അനുഗമിക്കുന്ന, നബിദിനാഘോഷം ആഘോഷിക്കാത്ത, നബിദിനാഘോഷം എന്ന അനാചാരത്തെ ഒഴിവാക്കിയവർക്ക് മംഗളം, അവർക്ക് സ്വാഗതം, ശരിയായ ഇസ്ലാമിന്റെ നേരായ പാതയിലേക്ക് അവർക്ക് അഭിവാദ്യങ്ങൾ എന്ന് മുൻഗാമികൾ പറഞ്ഞതുപോലെ ആ മാർഗത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും അധികം സ്നേഹിച്ച, അത് ഏറ്റവും മനോഹരമായി പ്രകടിപ്പിച്ച, അത് വരും തലമുറകൾക്ക് കലർപ്പില്ലാതെ കറയില്ലാതെ പകർന്നു നൽകിയ ആ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും മാർഗത്തെയാണ് നാം അനുഗമിക്കുന്നത്. അത് നബിദിനാഘോഷം ആചരിക്കുന്ന മാർഗമല്ല, നബിദിനാഘോഷം ആചരിക്കാത്ത, അതിനെ ഒഴിവാക്കുന്ന മാർഗമാണ്. ആ മാർഗത്തിലാണ് നബിദിനാഘോഷം കൊണ്ടാടാത്തവരുള്ളത്. ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. ഇത് സ്വഹാബത്തിനോ താബിഈങ്ങൾക്കോ ഉത്തമരെന്ന് വിശേഷിപ്പിച്ച ഉത്തമ തലമുറകൾക്കോ പരിചയമില്ല, കിതാബിലും സുന്നത്തിലും പരിചയമില്ല എന്നതുപോലെ തന്നെ. മൂന്നാമതായി സഹോദരങ്ങളെ, ഇനി ഇതിനാചരിക്കുന്നവർ, ഞാൻ പറഞ്ഞുവല്ലോ, ഇതാഘോഷിക്കാതെ ഇത് ദുരാചാരമായി ബിദ്അത്തായി കണ്ട് അതിനോട് ഘാതഘാതം അകലം പാലിക്കുന്നവർ, അവർ നബിയോട് സ്നേഹമില്ലാത്തവരല്ല, നബിയെ മറ്റാരെക്കാളും സ്വന്തത്തെക്കാളും സ്നേഹിക്കുന്നവരാണ്.
ആ നബിയെ സ്വന്തത്തെക്കാളേറെ സ്നേഹിച്ച അവരെക്കാൾ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇനി ഒരാളും അവർക്ക് പകരമായി സ്നേഹിക്കാൻ സമാനതകളില്ലാതെ നബിയെ സ്നേഹിച്ച സഹാബത്താണ് അവരുടെ മാതൃക. അവർക്ക് ശേഷം വന്ന താബിഈങ്ങളും താബിഈങ്ങളുമാണ് ഈ ആഘോഷം ഒഴിവാക്കാനുള്ള അവരുടെ മാതൃക. എന്നാൽ ഇതാഘോഷിക്കുന്നവരുടെ മാതൃകയാരാണ്? ഇതാഘോഷിക്കുന്നവരുടെ സാദൃശ്യം ആരോടാണ്? ചരിത്രകാരന്മാരും മുൻഗാമികളായ ഫുഖഹാക്കളും പണ്ഡിതന്മാരും അഇമ്മത്തുകളും രേഖപ്പെടുത്തിയതായി കാണാം. ഇതാദ്യമായി നടപ്പിലാക്കിയത് ഈജിപ്ത് കേന്ദ്രീകരിച്ച്, ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ ഖാഹിറയിൽ, കൈറോയിൽ ഹിജ്റ 400കളിൽ ഈ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷിയാക്കളിൽപ്പെട്ട സഹാബത്തിനെ തെറിവിളിക്കുന്ന, അവർക്കെതിരെ ശാപപ്രാർത്ഥന ചെയ്യുന്ന, അവരെ കാഫിർ എന്ന അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും റളിയല്ലാഹു അൻഹും ഉമ്മഹാത്തുൽ മുഅ്മിനീനെയും നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ വരെ വ്യഭിചാരോപണം നടത്തുന്ന ഷിയാക്കളിലെ കടുത്ത വിഭാഗത്തിൽപ്പെട്ട റാഫിദുകളിൽപ്പെട്ട ഉബൈദിയാക്കൾ, ബാത്തുനിയാക്കൾ, അല്ല ഖവാരിജുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മുസ്ലിമീങ്ങളെ പച്ചയായി തക്ഫീർ നടത്തി കാഫിറാക്കി അവരെ പച്ചക്ക് കൊല്ലുന്ന, മുസ്ലിമീങ്ങളെ കാഫിറുകളായി മുദ്രകുത്തുന്ന തോന്നിവാസികളായ തെമ്മാടികളായ, ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ പോലും അവന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിരീശ്വര നിർമ്മതവാദങ്ങൾ പേറുന്ന ഏറ്റവും നീചരായ വൃത്തികെട്ട വർഗം, അവരിലൊരു ഖലീഫയാണ് ആദ്യമായി ഇത് സ്ഥാപിച്ചത്. ഇത് ചരിത്രകാരന്മാർ മുൻഗാമികളുടനീളം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ കേൾപ്പിക്കാം. മിസ്രിലെ മുഫ്തിയായിരുന്ന, ഈജിപ്തിലെ മുഫ്തിയായിരുന്ന അൽ മുതീഇ അൽ ഹനഫി, ഹനഫി മദ്ഹബ് പിൻപറ്റിയിരുന്ന അൽ മുതീഇ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അഹ്സറുൽ കലാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഇന്ന അവ്വല മൻ അഹ്ദസഹാ ബിൽ ഖാഹിറ അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ, ഷിയാക്കളിലെ കടുത്ത വർഗമായ റാഫിദുകൾപ്പെട്ട ഫാത്തിമിയാക്കളിലെ ഖലീഫമാരാണ് ഹിജ്റ 400കളിൽ കൈറോ കേന്ദ്രീകരിച്ച് ഇത് നടപ്പിലാക്കിയത്. വഅവ്വലുഹും അൽ മുഇസ്, അൽ മുഇസ് എന്നതിന് ശേഷം അയാളുടെ പേരിനോട് ചേർത്തൊരു വാചകം കൂടിയുണ്ട്. അത് പറയാൻ കൊള്ളില്ല, അയാളുടെ പേരിനോട് ചേർക്കാവതല്ല. കാരണം അയാൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അൽ മുഇസ് എന്ന നാമത്തിൽ തുടങ്ങുന്ന ഒരു ഖലീഫ, അയാൾ 6 മൗലിദാഘോഷങ്ങൾ നടപ്പിലാക്കി. അതിന് തുടക്കം കുറിച്ചു. 6 മൗലിദുകൾ. ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ്, ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ. രണ്ടാമതായി മൗലിദ് അലി ഇബ്നു അബി താലിബ്, അബൂ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ്. മൂന്നാമതായി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മൗലിദ്. നാലാമതായി ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ്. അഞ്ചാമതായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ്. ആറാമതായി അന്ന് ജീവിച്ചിരിക്കുന്നവർ ഖലീഫയുടെ മൗലിദ്. നോക്കൂ നിങ്ങൾ, ഇയാളുടെ പാരമ്പര്യം ആരോടേക്കാണ്, എങ്ങോട്ടേക്കാണ്? അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ. മനസ്സിലാകും, ബുദ്ധിയുള്ളവർക്ക് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകും. ഷിയാ പാരമ്പര്യമുള്ള ഷിയാക്കളിലെ ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തികെട്ട വൈകൃതങ്ങളടങ്ങുന്ന സകല വിശേഷണങ്ങളും അർഹിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവൻ, ഒരു ഖലീഫ, ഒരു ഭരണാധികാരി, സഹാബത്തിനോ താബിഈങ്ങൾക്കോ താബിഈങ്ങൾക്കോ ഹിജ്റ 300 വരെയുള്ള അഇമ്മത്തുകൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ പരിചയമില്ലാത്തൊരു സംഭവം ആദ്യമായി തുടക്കം കുറിക്കുന്നു. മൗലിദ് ആഘോഷിക്കുന്നവരുടെ പാരമ്പര്യം ചെന്ന് ചേരുന്നത് ഇവിടേക്കാണ്, സാക്ഷാൽ ഷിയാക്കളിലേക്ക്, സഹാബത്തിനെ തെറിവിളിക്കുന്നവരിലേക്ക്, നിരീശ്വര നിർമ്മതവാദങ്ങൾ രഹസ്യമായി ഒളിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിൽ കുത്തിവെച്ചവരിലേക്ക്, തോന്നിവാസികളിലേക്ക്, മുസ്ലിമീങ്ങളെ പച്ചയായി കൊന്നൊടുക്കിയവരിലേക്ക്. ഇവരുടെ പാരമ്പര്യം അങ്ങോട്ടേക്കാണ് ചെന്ന് ചേരുന്നത്. എന്നാൽ മൗലിദ് ആഘോഷിക്കാത്തവരുടെ പാരമ്പര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഹനിയൻ ലക്കും, നിങ്ങൾക്ക് സ്വാഗതം. സഹാബത്തും താബിഈങ്ങളും അയിമ്മത്തുകളും ഫുഖഹാക്കളും അണിനിരക്കുന്ന ഇസ്ലാമിന്റെ തനതായ പാരമ്പര്യമാണ് മൗലിദ് ആഘോഷിക്കാത്തവർക്കുള്ളത്. തെറ്റിദ്ധരിച്ചവർ മനസ്സിലാക്കട്ടെ. സഹോദരങ്ങളെ, നാലാമത്തെ അടിത്തറയായി ഞാൻ സൂചിപ്പിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ സംസാരങ്ങളിലും, അവിടുത്തെ എല്ലാ ഉത്ബോധനങ്ങളിലും, അവിടുത്തെ സാരോപദേശങ്ങളിലും സ്വഹാബത്തിന് ആവർത്തിച്ച് കേൾപ്പിക്കാറുള്ള മഹത്തായ വചനങ്ങളിൽ ഇന്നത്തെ ഖുതുബയുടെ തുടക്കത്തിൽ ഖുതുബത്തുൽ ഹാജയിൽ നിങ്ങൾ കേട്ടു. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. നേരത്തെ പറഞ്ഞ 3 അടിസ്ഥാനങ്ങളുടെ അർത്ഥത്തിൽ അടിത്തറയിൽ നമ്മൾ മനസ്സിലാക്കി, ഇത് ഖുർആനിലോ സുന്നത്തിലോ തെളിവില്ലാത്ത കാര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സ്വഹാബത്തോ ഉത്തമ തലമുറകൾക്കോ ഈ മുസ്ലിം ഉമ്മത്തിലെ ഹിജറ 300കളിൽ വരെ ജീവിച്ച ഫാത്തിമിയ ഷിയാക്കൾ, അവരുടെ ഖലീഫ ഈജിപ്തിലെ കൈറോയിൽ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് വരെയുള്ള ഒരു അഇമ്മത്തിനും ഒരു ഫുഖഹാക്കൾക്കും ഒരു മുഹദ്ദിസുകൾക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ ആചാരം ഇതനാചാരമാണ്. ദീനിൽ അതിനുശേഷം കടത്തിക്കൂട്ടപ്പെട്ട നൂതനാശയമാണ്, ബിദ്അത്താണ്. എങ്കിൽ എന്താണ് ഇതിന്റെ വിധി? എന്താണ് ഇതിനോട്? ഇതിങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം, ഇതിന്റെ പിറവി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മുസ്ലിം ഉമ്മത്ത് ഇതിനോട് സമീപിക്കേണ്ടുന്ന ശർഈയായ സമീപനം എന്താണ്, വിധി എന്താണ്? അതാണ് ഈ ഹദീസിലുള്ളത്. ഇത് പുത്തൻ കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ ഉണ്ടാക്കുന്ന ഈ പുത്തൻ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ഇങ്ങനെയുള്ള പുത്തനാചാരങ്ങളാണ് ബിദ്അത്ത്. ഇതാണ് ബിദ്അത്ത്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നത് എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും അത് ബിദ്അത്താണ്, അത് വഴികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാചാരമല്ല, അതനാചാരമാണ്, അത് വഴികേടാണ്. ഒന്ന്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, നമ്മൾ ഒരുപാട് കേട്ടുപരിചയിച്ച ഹദീസിൽ അവിടുന്ന് ഈ അടിസ്ഥാനം പഠിപ്പിച്ചു, ഇതിന്റെ വിധിയെ പഠിപ്പിച്ചു. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ ദീനിൽ നാം കാണിച്ചു നൽകാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പുതുതായി ആരെങ്കിലും സ്ഥാപിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം പുതുനിർമ്മിതികൾ അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല, ആ മനുഷ്യനെ അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രവുമല്ല, അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും ഖിയാമത്ത് നാൾ. കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങൾ കേട്ടു, ഹൗദുൽ കൗസറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളിൽ നിന്ന് ജലപാനം തടയപ്പെടുന്നവർ ഈ ദുര്യോഗം പേറുന്നവരാണ്, ഈ ദുര്യോഗം പേറുന്നവരാണ്. അതെ, ബിദ്അത്തിന്റെ വക്താക്കൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് ജലപാനം വരെ തടയപ്പെടുമെന്നാണ്, അവർക്ക് തൗബ നിഷേധിക്കപ്പെടുമെന്നാണ്, തൗബ ചെയ്യാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാകുകയില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് തള്ളപ്പെടുന്നതാണ്, ഇത് തിരസ്കരിക്കപ്പെടുന്നതാണ്, ഇതിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയവർ മാത്രമല്ല, പുതുതായി ഉണ്ടാക്കിയതിനെ, പ്രചരിച്ചതിനെ, ആരെങ്കിലും ചെയ്തതിനെ ഏറ്റുപിടിച്ചാലും അവന്റെ വിധി ഇത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആമില അമലൻ, പുതുതായി ഉണ്ടാക്കണ്ട, പുതുതായി ഉണ്ടാക്കിയത് നമ്മൾ പിൻപറ്റിയാൽ മതി. ആരെങ്കിലും ചെയ്തത്, മൗലവിമാർ പറഞ്ഞു, പുരോഹിതന്മാർ പറഞ്ഞു, കാക്കകാരണവന്മാരായി ചെയ്തുകൂട്ടി നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചാരം കൊണ്ടു. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇന്ന് വിട്ടു നിൽക്കുന്നത്? നമ്മൾ എന്തിനാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്? നമ്മൾ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത്? അവർ ചെയ്ത് നമ്മൾ ചെയ്യുന്നല്ലേ ഉള്ളൂ, നമ്മളായിട്ടുണ്ടാക്കിയതല്ലോ എന്ന് ചിലർ ന്യായം പറയും. അങ്ങനെയാണെങ്കിൽ ശരി, മൻ ആമില അമലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. ആര് ചെയ്ത് നടപ്പിലാക്കിയാലും ശരി, നീ ചെയ്താൽ ഫഹുവ റദ്ദുൻ, നിന്റെ പ്രവർത്തനം തട്ടും, നിന്റെ അമൽ അല്ലാഹു സ്വീകാര്യോഗ്യമാക്കുകയില്ല, നിന്നെ അല്ലാഹു അവഗണിക്കും, നിന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ബിദ്അത്തുകൾ ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല. എത്ര പൈസ മുടക്കി, എത്ര ഇഖ്ലാസോടുകൂടി നിങ്ങൾ പ്രവർത്തിച്ചാലും ഇത് അസ്വീകാര്യമാണ്, ഇത് നിഷ്ഫലമാണ്. അതിന്റെ പേരിൽ അല്ലാഹു നമ്മെ തിരസ്കരിക്കുമെന്ന് മാത്രമല്ല, നമ്മെ ശിക്ഷിക്കും. ഇതാണ് രണ്ടാമത്തെ വിധി. മൂന്നാമതായി മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ അത് വഴികേടാണ്, ദുരാചാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവർ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അവരുടെ സങ്കേതം നരകത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലാണ്. അതുകൊണ്ട് ഇത് കൊണ്ടാടുന്നവരുടെ മാർഗം അത് നരകത്തിലേക്കുള്ള മാർഗമാണ്. ഇതാചരിക്കുന്നവർ, ഇതിനെ കൊട്ടിഘോഷിക്കുന്ന പുരോഹിതന്മാർ നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കല്ല, നബി സ്നേഹം പറഞ്ഞ് നരകത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത് നരകത്തിലേക്കുള്ള മാർഗമാണ്. ഇതാണ് ഇതിന്റെ വിധി. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട ബിദ്അത്തുകളിൽ നമ്മുടെ നാട്ടിൽ ലോകാടിസ്ഥാനത്തിൽ വ്യാപകാർത്ഥത്തിൽ പ്രചാരം കൊണ്ട ദുരാചാരങ്ങൾ ഏറ്റവും കടുത്ത, ഏറ്റവും നീചമായ, ഏറ്റവും വൈകൃതങ്ങൾ നിറഞ്ഞ, എന്നാൽ വർണ്ണാഭമായി വർഷാവർഷങ്ങളിൽ ഇന്നും കൊടുമ്പിരി കൊണ്ട് ആചരിക്കപ്പെടുന്ന മഹാവിപത്താണ്, ബിദ്അത്താണ്, ദുരന്തമാണ്, മുസ്ലിം ഉമ്മത്തിനെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന മഹാമാരിയാണ് ഈ നബിദിനാഘോഷമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അതുപോലെ അതിനെ ഭയക്കുക, അകന്നു നിൽക്കുക. ഇതറിയാത്തവർക്ക് ഇതിനെക്കുറിച്ച് താക്കീത് ചെയ്യുക, അറിയിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ സുന്നത്തിന്റെ തനതായ മാർഗം മനസ്സിലാക്കി
അത് പിൻപറ്റി അതിലായി ജീവിച്ചു മരിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബത്തോടും താബീങ്ങളോടും താബീങ്ങളോടുമൊപ്പം സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ തിരുവചനം നേർക്കുനേരെ കാണാനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, നബിദിനാഘോഷമെന്ന വമ്പിച്ച ബിദ്അത്ത് അല്ലാഹുവിന്റെ ഖുർആനിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ സഹാബത്തിനോ താബിഈങ്ങൾക്കോ താബിഈങ്ങൾക്കോ മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കോ പണ്ഡിത ശ്രേഷ്ഠരായ ഫുഖഹാക്കൾക്കോ സ്വീകാര്യയോഗ്യരായ ഈ മുസ്ലിം ഉമ്മത്തിലെ ഉലമാക്കൾക്കോ മുഹദ്ദിസുകൾക്കോ പരിചയമില്ലാത്ത ഷിയാക്കൾ നാന്തി കുറിച്ച വൈകൃതങ്ങളടങ്ങുന്ന ദുരാചാരമാണ് നബിദിനാഘോഷമെന്ന ഈ ബിദ്അത്ത് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. സാധാരണക്കാർക്കിടയിൽ ഇത് പ്രചരിപ്പിക്കാൻ ഇവിടുത്തെ പുരോഹിതവർഗം പറയുന്ന ഒരു ന്യായം, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് ന്യായമെന്ന് പറയാവതല്ലെങ്കിലും ആശയക്കുഴപ്പങ്ങളും ദുർന്യായങ്ങളും ഇതിനുവേണ്ടി അവർ സ്ഥാപിച്ചെടുക്കാറുണ്ട്. അതിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ്, ശരിയാണ്, ഇത് നബിയും സഹാബത്തും മുൻഗാമികളും ആചരിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. ഒരു വേള അവരത് പറയും, അപ്പുറത്ത് പറയും ഇല്ല, നബി ആചരിച്ചിട്ടുണ്ട്, നബി പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്, സഹാബത്തിന്റെ പ്രവർത്തനമായി മൗലിദും മറ്റും സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു അഡ്രസ്സും ഇല്ലാത്ത വാറോലകൾ കെട്ടിച്ചമച്ച കളവുകൾ അവർ ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യും. മറുവശത്ത് അവർ തന്നെ ഇല്ല, ഇത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് പാടി പറയുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്നു എന്നതോടൊപ്പം തന്നെ ഇത് ബിദ്അത്താണ് എന്നവർ പറയും. 300 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു ബിദ്അത്താണ്, പക്ഷേ ഇത് നല്ല ബിദ്അത്താണ്. റസൂലുള്ളാഹിക്കും സഹാബത്തിനും താബിഈങ്ങൾക്കും പരിചയമില്ല. ഹിജറ 300 ശേഷം വന്നതാണ്, ശരി, ആ അർത്ഥത്തിൽ ഇത് ബിദ്അത്താണ്, പക്ഷേ ഇത് നല്ല ബിദ്അത്താണ്, ബിദ്അത്തുൻ ഹസനത്താണ്, നല്ല ബിദ്അത്തുകളിൽ പെട്ടതാണ് എന്നവർ പറയും. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന വേർതിരിവുണ്ടോ? ഉണ്ടോ? ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രൂപത്തിലേ വരികയുള്ളൂ. ദീനിലെ നന്മകളായി, ദിക്റായി, സ്വലാത്തായി, പുണ്യപ്രവൃത്തിയായി, സൽക്കർമ്മങ്ങളായി, ഇബാദത്തായി ബിദ്അത്ത് വരും. മദ്യപാനമായി, വ്യഭിചാരമായി, മോഷണമായി, കൊള്ളയായി, കൊലപാതകമായി ബിദ്അത്തുകൾ വരുമോ? ഒരിക്കലുമില്ല. ബിദ്അത്തുകൾ നന്മയുടെ രൂപത്തിലേ വരികയുള്ളൂ. ബിദ്അത്തുകളുടെ സാങ്കേതികർത്ഥം വ്യാപകമാകുന്നത് നന്മകൾക്ക് മാത്രമാണ്. തിന്മകൾ, അതിനെ മഅസിയത്തുകൾ എന്നാണ് പറയുക. ഏതർത്ഥത്തിലാണ് ഇവർ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന് വേർതിരിക്കുന്നത് എന്നതിന്റെ മാനദണ്ഡം തന്നെ ബുദ്ധിമോശമാണ്, ബുദ്ധിശൂന്യമാണ്. ഇനി സഹോദരങ്ങളെ, അവരെ വാദത്തിന് അത് സമ്മതിച്ചു കൊടുത്താൽ തന്നെ പിൽക്കാലത്ത് ഇങ്ങനെ ദീനിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന, ഇല്ലാത്ത തെളിവുണ്ടാക്കുന്ന പുരോഹിതവർഗം വരുമെന്ന് ബോധ്യത്താലാകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി ആ പഴുതടച്ച് നമ്മൾ നേരത്തെ കേട്ട ഹദീസിൽ ഏത് സാധാരണക്കാരും മനസ്സിലാകാവുന്ന ഒരടിസ്ഥാനം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണത്? ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. സാമാന്യം അറബി അറിയുന്ന ഏതൊരു മുസ്ലിമിനും മനസ്സിലാകുന്ന ഭാഷയാണ്. എല്ലാ ബിദ്അത്തുകളും, കുല്ല മുഹ്ദസത്തിൻ, ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന സർവ്വപുത്തൻ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. അവിടെ നല്ലതും പെട്ടു, ചീത്തയും പെട്ടു, എല്ലാം എന്നാ പറഞ്ഞത്. അവിടെ വേർതിരിവിന് വകുപ്പില്ല. അതുകൊണ്ട് ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന എന്താണെങ്കിലും കുൽ, അത് സ്വലാത്താകട്ടെ, ദിക്റാകട്ടെ, മദ്ഹാകട്ടെ, മാലയാകട്ടെ, മൗലിദാകട്ടെ, അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിക്കാത്തതാണോ എന്താകട്ടെ, കുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ പുത്തൻ കാര്യങ്ങളും ബിദ്അത്താണ്. ആ എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലാണ്. അതുകൊണ്ട് ബിദ്അത്തുകൾക്കിടയിൽ വേർതിരിവില്ല, നല്ലതെന്നോ ചീത്തയെന്നോ. അതിനപ്പുറത്ത് ബിദ്അത്തുകൾ രംഗപ്രവേശം ചെയ്യുക നല്ലതായിട്ടാണ്.
അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, നബിയുടെ സുന്നത്തിനെ പൂർണ്ണമായി പിൻപറ്റിയവനെന്ന സ്ഥാനപ്പേരുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തുകളും, സർവ്വ ബിദ്അത്തുകളും, നന്മയെന്ന് നിങ്ങൾ വിളിച്ചോ ചീത്തയെന്ന് നിങ്ങൾ വിളിച്ചോ, സർവ്വ ബിദ്അത്തുകളും ളലാലത്താണ്. വഇൻ റആഹ അന്നാസു ഹസന, അത് ചെയ്യുന്നവർ അതിനെ നന്മയായി കണ്ടാലും. ഈ പഴുതിലൂടെയാണ്, ഈ ന്യായത്തിലൂടെയാണ്, അല്ല ദുർന്യായത്തിലൂടെയാണ് ജനങ്ങളെ, പാമര ജനങ്ങളെ ആളുകൾ പറ്റിക്കുന്നത്. നല്ലതല്ലേ, പുണ്യമല്ലേ, നബിയോടുള്ള സ്നേഹമല്ലേ, അതുപോലെ തന്നെ മദ്ഹല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, മുസ്ലിമീങ്ങൾ സംഘടിക്കലല്ലേ, നിങ്ങൾക്ക് എന്താ സൂക്കട് എന്നാ ചോദിക്കല്. അതുകൊണ്ട് നന്മയായി കണ്ടാലും ദീനിൽ അടിത്തറയില്ലാത്തതാണോ, നബിയും സ്വഹാബത്തും പഠിപ്പിക്കാത്തതാണോ, അത് തന്നെയാണ് ബിദ്അത്ത്, അത് തന്നെയാണ് ളലാലത്ത്, അത് തന്നെയാണ് നരകത്തിലേക്കുള്ള വഴികേടിന്റെ മാർഗം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കുക. അവസാനമായി ഞാൻ പറയട്ടെ, ഇങ്ങനെ എത്ര തെളിവുകൾ ഓതിക്കൊടുത്താലും, എത്ര ഇസ്ലാമിന്റെ അടിത്തറകൾ പറഞ്ഞു കൊടുത്താലും വിസ്തരിച്ചു കൊടുത്താലും, പിന്നെയും ചില സാധുക്കൾ പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താണെന്നോ, അവസാനത്തെ കച്ചിത്തുരുമ്പ് ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങളാ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് ലോകത്ത് ലോകാടിസ്ഥാനത്തിൽ മൗലിദ് ആഘോഷിക്കുന്നവരാണ് മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും, ഞങ്ങളോടൊപ്പമാണ് ബഹുഭൂരിപക്ഷവും. നിങ്ങൾ ഈ മൗലിദ് ആഘോഷിക്കാത്തവരാണ്, വഹാബികളാണ് ഏറ്റവും കുറവ് മുസ്ലിമീങ്ങളിൽ. നിങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങൾ ബഹുഭൂരിപക്ഷമാണ്. ഇതാണ് അവസാനം പറയുന്ന ന്യായം. എന്താണ് ഇതിനുള്ള മറുപടി? സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ ശരിയുടെ മാർഗത്തിനാധാരം ജനങ്ങളുടെ ആധിക്യമല്ല, എണ്ണപ്പെരുപ്പമല്ല, മറിച്ച് സത്യത്തെ അളക്കാനുള്ള യഥാർത്ഥ അളവ് പോലെ അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെ സ്വഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കി. ഈ മാർഗത്തിൽ ആരുണ്ടോ, അവരെത്ര കുറവാണെങ്കിലും, അവരെത്ര ന്യൂനപക്ഷമാണെങ്കിലും, അവിടെയാണ് സത്യം. അതാരാണ്, അതെവിടെയാണ് നമ്മൾ പരിശോധിക്കണം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ് യത്തബിഊന ഇല്ല الظن വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. സൂറത്തുൽ അൻആമിലെ 116-ാമത്തെ ആയത്ത്. അല്ലാഹു അടുത്ത റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെങ്ങാനും ഭൂമിയിലുള്ള ബഹുഭൂരിപക്ഷത്തെയും അനുസരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ് ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നവരെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പടച്ച റബ്ബ് പറഞ്ഞ ആയത്ത് നിങ്ങൾ കേൾക്കൂ. മുസ്ലിയാക്കന്മാരോട് ഓതിത്തരാൻ പറയൂ. ഭൂമിയിൽ അധിക പേരെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലെ യുദില്ലൂക അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ താങ്കളെ തെറ്റിച്ചു കളയും. കാരണം ഇയത്തബിഊന ഇല്ലല്ലൻ, അവർ ദീനായി പിൻപറ്റുന്നത് അവരുടെ ഊഹാപോഹങ്ങളെയാണ്. വൈൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ കെട്ടിച്ചമച്ച കള്ളക്കഥകളെയാണ് അവർ ദീനായി പിൻപറ്റുന്നത്. അതുകൊണ്ട് റസൂലെ, ഭൂമിയിൽ അധിക പേരെയും താങ്കൾ പിൻപറ്റരുത് എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഖുർആനിലെ എത്രയോ ആയത്തുകൾ അവസാനം നിങ്ങൾക്ക് വായിക്കാം. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ ബൽ അക്സറുഹും ലാ യഅലമൂൻ ഖലീലൻ മാ തദക്കറൂൻ ബൽ അക്സറുഹും ലാ യശ്കുറൂൻ ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. അവരിലധിക പേരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവരധിക പേരും ചിന്തിച്ചു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അവരിലധിക പേരും നന്ദിയുള്ളവരല്ല, മനുഷ്യരിലധിക പേരും ഈമാനുള്ളവരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് അധിക പേരും പിൻപറ്റിയാൽ അധികം ആളുകളും പോകുന്ന നരകത്തിലേക്ക് നമുക്ക് പോകാം എന്ന ഓർമ്മപ്പെടുത്തൽ നമുക്ക് സ്വയം ഉണ്ടാകണം. ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമുക്ക് സുപരിചിതമായ ഒരൊറ്റ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്ന് പറഞ്ഞ ആ ഹദീസിന്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ കാണാം, അവിടുന്ന് അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിന്റെ ആരുടെ കയ്യിലാണോ എന്റെ ആത്മാവുള്ളത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലതഫ്തരിഖന്ന ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. മുസ്ലിമീങ്ങൾ, മുസ്ലിം നാമധാരികൾ, മുസ്ലിം സമുദായം 73 കക്ഷികളായി പിരിയുമെന്ന് പറഞ്ഞത്. മുസ്ലിമീങ്ങളെ കുറിച്ചാണ് ഈ ചർച്ച. ഫവാഹിദത്തും ഫിൽ ജന്ന, ഫവാഹിദത്തും ഫിൽ ജന്ന, അതിലൊരു വിഭാഗം 73-ൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗ്ഗത്തിൽ. വസ്നതാനി വസബഊന ഫിന്നാർ, 73-ൽ 72 നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്. ബഹുഭൂരിപക്ഷം എവിടെയാണ്? 73-ൽ 72 നരകത്തിൽ എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം എവിടെയാണ്? 73-ൽ 1 മാത്രമാണ് നരകത്തിൽ എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷം എവിടെയാണ്? അതുകൊണ്ട് സത്യത്തിന്റെ ആധിക്യം എണ്ണപ്പെരുപ്പമല്ല, ആൾക്കൂട്ടമല്ല, മറിച്ച് സത്യത്തിന് നിശ്ചയിക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ അടിത്തറയാണ്. അത് ഖുർആനാണ്, സ്ഥിരപ്പെട്ട സുന്നത്താണ്.
അതിനെ നമുക്ക് എത്തിച്ചു തന്ന സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും സലഫു സ്വാലിഹീങ്ങളുടെയും മാർഗമാണ്. ആ മാർഗത്തിൽ ഇതനാചാരമാണ്, കടുത്ത ബിദ്അത്താണ്, മഹാപാപങ്ങളെക്കാൾ മഹാതിന്മകളെക്കാൾ വലിയ അപരാധമാണ്. അതുകൊണ്ട് ഇതിൽ നകർന്നു നിൽക്കുക, അതിലേക്ക് അടുക്കുന്നവരുടെ കൈപിടിക്കുക, അവരോട് താക്കീത് ചെയ്യുക. ഈ ദൗത്യം നാം ഓരോരുത്തരും ഏറ്റെടുക്കുക. ബിദ്അത്തുകൾക്കെതിരെ കർശനമായി ശക്തമായി നിലകൊള്ളുക. അതിനോടുള്ള മൃദുല സമീപനം നമ്മുടെ ദീനിനെ നശിപ്പിക്കുമെന്ന് നാം ഓർക്കുക. ദീനിനെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന മഹാമാരിയാണ് ബിദ്അത്തുകൾ. അത് സാമൂഹിക തിന്മകളെക്കാൾ, വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, കൊള്ളയേക്കാൾ, കൊലപാതകത്തെക്കാൾ, പലിശയേക്കാൾ, തോന്നിവാസങ്ങളെക്കാൾ കടുത്ത തിന്മയാണ് ദീനിൽ നന്മയുടെ പേരിൽ കടത്തിക്കൂട്ടപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.